ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വീട്ടില് വാഴ എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആമ്പിള്ളാരാണോ പെമ്പിള്ളാരാണോ? എന്റെ വീട്ടില് 2 പെൺപിള്ളേർ രണ്ടുപേരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങക്ക് റിലേറ്റബിൾ ആണ്. അല്ലേ? എനിക്ക് റിലേറ്റബിൾ ആണ്. എനിക്ക് റിലേറ്റബിൾ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല. ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൊച്ചച്ഛനും എല്ലാവരും ഇതേപോലെ ഈ ടേം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേര് വാഴ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ മലയാള സിനിമയിലാണെങ്കിലും കാരണവന്മാരുടെയൊക്കെ വേഷത്തിലിരിക്കുന്ന ആളുകൾ പറയുന്നേ നിനക്ക് പകരം 10 വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള അത് ട്രോളുകളായിട്ടും ഒക്കെ സമൂഹ മാധ്യമത്തിൽ പിന്നീട് ഏറ്റെടുക്കപ്പെട്ടു. യൂത്തന്മാരുടെ ഇടയിലും വാഴ ഒരു ടേമായി മാറി. ഈ വാഴ എന്നുള്ള പേര് എങ്ങനെയാണ് വരുന്നത്? അല്ല ഇത് മതി വാഴ എന്ന് മതി പേര്. അത് ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ. ഇത് 2018ലും ഞാൻ ഈ സബ്ജക്റ്റിന്റെ ഓൺ പ്രോസസ് എനിക്ക് കഥയൊന്നും അന്ന് അറിയില്ല കേട്ടോ. എന്താണ് കഥ എന്നറിയില്ല. എനിക്ക് അന്ന് അറിയാവുന്ന ഒരു ക്യാമ്പസ് മൂവിയാണ്. അതിനകത്ത് ഇങ്ങനെ കുറച്ച് ക്യാമ്പസ് മൂവിയാണ് എന്നുള്ള രീതിക്ക് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. അന്നും സിനിമയുടെ പേര് ഈ സ്ക്രിപ്റ്റിന്റെ പേര് വാഴ എന്ന് തന്നെയാണ്. ഓക്കെ, അന്ന് വിപിൻ ദാസ് അതെ, തന്നെ ഇട്ട വിപിൻ പേരാണ് ചേട്ടൻ തന്നെ ഇട്ട വാഴ. പേരാണ് വാഴ. ഓക്കെ. അപ്പൊ അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ് അതിന്റെ ഏറ്റവും ഇടാനുള്ള കാരണം. അങ്ങനെയുള്ള ഒരു കുറച്ചൊരു യങ് ആയിട്ടുള്ള കുറച്ച് പേരുടെ കഥയാണ്. അതിന്റെ കൂടെ വാലായിട്ട് സ്റ്റോറി ഓഫ് ബയോപിക് ഓഫ് ബില്യൺ ആ, ബോയ്സ് ആ. അതെന്താണ് ഇന്റന്റ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഏതൊരു വീട്ടിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നതും തോന്നിവാസം കാണിക്കുന്നതും എന്താണ് കുസൃതി അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു ബോയ്സിന്റെ ഒരു ഏജ് മുതൽ ഒരു ഏജ് വരെ അവര് ഭയങ്കര ക്ലംസി ക്ലംസി ആയിരിക്കും. ഓക്കെ. ക്ലംസി എന്ന് മാത്രമല്ല അവര് ചെയ്യാത്ത പരിപാടികൾ അവര് ട്രൈ ചെയ്ത് നോക്കാത്ത കുരുത്തക്കേടുകൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സിനെ ആ ഒരു ടൈം ലിമിറ്റിൽ കാണുന്നത് ഒരു ഉപയോഗവും ഇല്ല, നാട്ടുകാർക്കും വീട്ടുകാർക്കും ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന കുറേ പേരായിട്ടാണ്. അതുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പെൺകുട്ടികളായാലും നമ്മളുടെ സർക്കിളിൽ നിൽക്കുന്ന നമ്മളുടെ കൂടെ പഠിച്ചവരായാലും വിളിച്ചിട്ട് പറഞ്ഞു നമുക്കും ഇതേപോലെ കുറേ റിലേറ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അത് എല്ലാവർക്കും റിലേറ്റബിൾ ആവുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു. മുന്നേ പെൺകുട്ടികളുടെ ആ ഒരു ഭാഗം നമ്മൾ കേൾക്കാറില്ല. പക്ഷെ ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിലും അത്ര എക്സ്പീരിയൻസ് ലൈക് ജെൻഡർ ഇല്ലാതെ തന്നെ വന്നു തുടങ്ങുകയാണല്ലോ. അപ്പൊ ഈ ടേം ഒരു അതിന് നെഗറ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇതിന്റെ ക്രിയേറ്റർ അല്ലെങ്കിൽ ഇത് ഈ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആള് ജയ ജയ എന്ന് പറയുന്ന സിനിമ ക്രിയേറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടും അടുത്തതൊരു ബോയ്സിന്റെ ഒരു ബയോപിക് എന്നുള്ള രീതിക്ക് എഴുതുന്നതിൽ തെറ്റില്ലല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ഈ 5 അല്ലെങ്കിൽ ഈ 6 പേരെ കുറിച്ചുള്ള കഥയാണെന്നുണ്ടെങ്കിലും അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അവരിലൂടെ കടന്നുപോയി എൻഡ് ചെയ്യുന്ന സിനിമകളും കൂടെയാണ് ഇത്. ഒരിക്കലും ബേസിക്കലി ഇത് ഇത്രേ ഉള്ളൂ. നമ്മളുടെ വീട്ടിലെ നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. വീട്ടിൽ വാഴ എന്നുള്ള പേര് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ആമ്പിള്ളാരാണോ പെമ്പിള്ളാരാണോ? എന്റെ വീട്ടില് 2 പെൺപിള്ളേർ രണ്ടുപേരും കേട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണ്. അല്ലേ? എനിക്ക് റിലേറ്റബിൾ ആണ്. എനിക്ക് റിലേറ്റബിൾ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല. ഈ പറഞ്ഞ പോലെ നമ്മളുടെ കൊച്ചച്ഛനും എല്ലാവരും ഇതേപോലെ ഈ ടേം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. ആമ്പിള്ളാരുള്ള വീട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഇതിനകത്ത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുള്ള ഒരു വീടാണെന്ന് വിചാരിക്കുക. ആരെയായിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നത്? ബേസിക്കലി അത്രേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ.